ബെറ്റല്ലായിരുന്നു. ഇനി കുറേ എണ്ണത്തിന് ഇനി വിളിച്ച് തെറി പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ചെന്നൈ മുംബൈ ഫാൻസ്. ബിക്കോസ് ഇത്രയും നാളുടെ ഒരു കാത്തിരിപ്പ് കഴിഞ്ഞാൽ ട്രോഫി നമ്മുടെ അടുത്ത് വരുന്നു. നെയിൽ ബൈറ്റിംഗ് ഫിനിഷിംഗ് ആയിരുന്നു. ഞാനൊരു RRR ഫാനാണ്, നമ്മുടെ സഞ്ജു ഉള്ള ടീമിൻ്റെ ഫാനാണ്. പക്ഷേ RCB എന്നുള്ളത് കോഹ്ലിയുടെ ഉള്ള വികാരമാണ്. കോഹ്ലി എന്നല്ല, ഡെവിലേഴ്സും ഗെയിലും ഇവരൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സുവർണ്ണ കാലം അവർക്കുണ്ട്. പിന്നെ മുട്ടൊക്കെ വിറച്ചിട്ട് പാടില്ലായിരുന്നു, മുട്ടൊക്കെ തമ്മി കൂട്ടിയിടിക്കലായിരുന്നു. എക്സ്പെക്റ്റ് ചെയ്തില്ല സത്യം പറഞ്ഞാൽ. ഒരു ഫൈനൽ മൂമെൻറ്റിലായിരുന്നു കളി പെട്ടെന്ന് ചേഞ്ച് വന്നത്. ഹാപ്പിയാണ്. കോഹ്ലി ലാസ്റ്റ് കരയണത്തൊക്കെ വന്നപ്പോൾ ഡിവില്ലിയേഴ്സ് അവിടെ നിൽക്കുന്നു. ഇമോഷണലായി സത്യം പറഞ്ഞാൽ. കാരണം കുറേ നാൾക്ക് ശേഷം ഒരു സത്യം പൊക്കി ഒരു കപ്പ് RCBക്ക് വേണ്ടി കോഹ്ലി ഒരു ടീമിന് നിന്ന് വേണ്ടി ഹാപ്പിയാണ്. ഹാപ്പി മൊമെൻ്റാണ്. അതെ, സത്യം പറഞ്ഞാൽ ആ പഞ്ചാബിൻ്റെ ആ ബോളിംഗ് എല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പഞ്ചാബ് ചിലപ്പോൾ എടുക്കുമോ ഒരു സത്യം പറഞ്ഞാൽ ഫൈനൽ മൂമെൻറ്റിൽ സത്യം പറഞ്ഞാൽ ടെൻഷനായി എല്ലാം. ഇനി രണ്ടുപേരും എങ്ങനെ ആയിരിക്കും എന്നൊരു രീതി. എന്നാലും ഫൈനലി ടൈറ്റിന് സത്യം പറഞ്ഞാൽ ഒരു മിഡിൽ റേഞ്ചിലായപ്പോൾ സത്യം പറഞ്ഞ ടഫ് റേഞ്ചിലായി സത്യം പറഞ്ഞാൽ. പിന്നെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കപ്പടിക്കും എന്നൊരു ഫൈനലെത്തിയപ്പോൾ തന്നെ എനിക്കൊരു ഹോപ്പുണ്ടായിരുന്നു. കപ്പടിച്ചത് നല്ല അടിപൊളിയായിരുന്നു. 18 വർഷത്തെ കാത്തിരിപ്പാണല്ല, നല്ല രസമുണ്ട്. കോഹ്ലി കരയണ കണ്ടപ്പോ സങ്കടം വന്നിട്ടുണ്ട്. പിന്നെ മുട്ടൊക്കെ വിറച്ചിട്ട് പാടില്ലായിരുന്നു, മുട്ടൊക്കെ തമ്മി കൂട്ടിയിടിക്കലായിരുന്നു. എൻ്റെ വീട് അരൂർ, ആലപ്പുഴയുടെ അടുത്ത. ആലപ്പുഴയല്ല, ആലപ്പുഴ ജില്ലേ. ഞാനിവിടെ വരെ കളി കാണാൻ വേണ്ടി മാത്രം വന്ന. കൊള്ളായിരുന്നു. പിന്നെ എല്ലാവരും കൂടി കളി കണ്ടപ്പോഴത്തേക്കും രസമുണ്ട് കാണായിരുന്നു. ഒരു പറ്റൂല, അടിപ്പം കളിയായിരുന്നു. ആ ഒരു 6 വന്നപ്പോൾ നോ ബോൾ വരെ ഒന്ന് മേടിച്ചാൽ അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അടിപ്പം കളി ഒരു രക്ഷയില്ല. ശരിക്കും പേടിച്ചായിരുന്നു കേട്ടോ. കാര്യം പറയാം, ടെൻഷൻ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലി ഫാൻസിനോട് എന്താ പറയാ? വിരാട് കോഹ്ലി ഫാൻസ് നല്ല കപ്പടിച്ചില്ലേ 18 വർഷത്തിന് ശേഷം. അയാളുടെ കാത്തിരിപ്പ് കഴിഞ്ഞു. 18 വർഷത്തെ കാത്തിരിപ്പ്, നമ്മ ജയിച്ചിട്ടേമാരെ ആ ഒരു ഫീല്. കോഹ്ലി അത് കാണാൻ AB de Villiers കൂടി വന്ന് ഒത്തിരി സന്തോഷം. കുറേ നാളായിട്ട് ആഗ്രഹിക്കണം. എല്ലാവരും കളിയാക്കുമ്പോൾ RCB ഒരു ലോയൽ ഫാൻ എന്നൊക്കെ പറയുമ്പോൾ 18 വർഷമായിട്ട് RCBയുടെ വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് ഫൈനലി ഞാൻ വിരാട് കോഹ്ലി ഇതുവരെ വേറൊരു ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. സോ വെരി ഹാപ്പി. ആൻഡ് RCB ഫാൻസിന് ആഘോഷമാണ്. കുറേ ആശംസകളുടെ കാത്തിരിപ്പ്. അത് കാണാൻ AB de Villiers കൂടി വന്നു. അടിപൊളി ഗെയിം, ത്രില്ലിംഗ് ഗെയിമായിരുന്നു, സൂപ്പറായിരുന്നു. ആൻഡ് പഞ്ചാബ് ലയൺസും ഡിസേർവിംഗ് ആണ്, രണ്ടുപേരും ഫസ്റ്റ് റൗണ്ട്. ബട്ട് RCB ജയിച്ചിട്ടേ മാറാ. It was amazing. Nail biting finishing ആയിരുന്നു. And it was great to come here and watch. We are always RCB fans. അപ്പോൾ RCBക്ക് വേണ്ടി നമ്മൾ ഇവിടെ വന്നു, കണ്ടു. Amazing guys, amazing. വിരാട് കോഹ്ലി, we love you. ലാസ്റ്റ് ഓവറിൽ കോഹ്ലിയുടെ ഇമോഷൻസ് ആണ് നമ്മൾ സ്ക്രീനിൽ കണ്ടോണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? 18 വർഷത്തെ കാത്തിരിപ്പ്. അതെ, ആ ഇമോഷൻസ് കണ്ടപ്പോൾ RCB ഫാൻ ഞാനും ഇമോഷൻസ് എനിക്ക് ഇമോഷണലായി. ബിക്കോസ് ഇത്രയും നാളുടെ ഒരു കാത്തിരിപ്പ് കഴിഞ്ഞാൽ ട്രോഫി നമ്മുടെ അടുത്ത് വരുന്നു. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്, കാണ്ട് എക്സ്പ്രസ് ഇൻ വേർഡ്സ്. അമേസിങ്. RCB റോക്സ്. നെയിൽ ബൈറ്റിംഗ് ആയിരുന്നു, ഇടയ്ക്ക് നെയിൽ ബൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ബിക്കോസ് ആ മാച്ച് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ക്ലിയറിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ പഞ്ചാബിൻ്റെ അടുത്ത് പോവോ RCBയുടെ അടുത്ത് വരുമോ എന്നൊരു ഡൗട്ടായിരുന്നു. പക്ഷെ പിന്നെ വിക്കറ്റ്സ് പോയപ്പോൾ മനസ്സിലായി നമ്മുടെ കൈ ട്രോഫി നമ്മുടേത്. നമ്മൾ 18 വർഷത്തെ കാത്തിരിപ്പാണ് RCBയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. എന്തായാലും നടന്നു. പിന്നെ നമ്മുടെ കോഹ്ലിക്ക് വേണ്ടി ഒരു കപ്പ്. കോഹ്ലിക്ക് നമ്മൾ ഒരുപാട് നാളത് സ്റ്റാർട്ട് ചെയ്യേണ്ട കോഹ്ലിയുടെ കളി കാണാൻ എല്ലാവർക്കും ഒരു വലിയൊരു മൊമെൻ്റാണ്. ഒരു 18 വർഷമായിട്ട് കോഹ്ലിക്ക് കപ്പ് നേടുക എന്നുള്ളത്. അദ്ദേഹത്തെ പോലെ നമ്മളും ഭയങ്കര ഇമോഷണലാണ്. നല്ലൊരു കാര്യം. ലാസ്റ്റ് ഫൈനലിൽ കോഹ്ലി കുറച്ചുകൂടെ റൺ സ്കോർ ചെയ്യണമെന്ന് തോന്നിയിരുന്നു. ഡെഫിനറ്റ്ലി. നമ്മളൊക്കെ സച്ചിൻ്റെ കളി കാണുന്ന കാലം തൊട്ടേ നമുക്ക് ഏറ്റവും കൂടുതൽ റൺസ് അവരെടുക്കണമെന്നൊരു ആഗ്രഹമാണ്. കോഹ്ലിയുടെ കാര്യത്തിലും ഇന്ന് 41 ആ 40 റൺസിന് മേലൊരു കോഹ്ലി ഇന്നൊരു 75 പോലെ 100 എടുത്തിരുന്നത് അതൊരു സന്തോഷം ഇരട്ടിക്കുമായിരുന്നു. എന്തായാലും RCB ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അത് എന്തായാലും നടന്നു. ലാസ്റ്റ് ഓവറൊക്കെ കണ്ണ് നിറയിപ്പിക്കുന്നതിനേക്കാളും കൂടുതലൊരു ഹാപ്പിനെസ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഹാപ്പിനെസ്, ആക്ച്വലി ഞാനൊരു RRR ഫാനാണ്, നമ്മുടെ സഞ്ജു ഉള്ള ടീമിൻ്റെ ഫാനാണ്. പക്ഷേ RCB എന്നുള്ളത് കോഹ്ലിയുടെ ഉള്ള വികാരമാണ്. കോഹ്ലി എന്നല്ല, ഡെവിലേഴ്സും ഗെയിലും ഇവരൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സുവർണ്ണ കാലം അവർക്കുണ്ടായിരുന്നു. അപ്പം ദക്ഷിണാഫ്രിക്ക പോലെ ഒരു ടീമാണ് RCB. അപ്പം കപ്പ് കിട്ടില്ല എന്ന് പറയുമ്പോൾ കപ്പ് കിട്ടുമ്പോൾ സന്തോഷം ആണ്. താങ്ക്സ്.
അപ്പോൾ RCB കപ്പടിച്ചിരിക്കുകയാണ് ഫസ്റ്റ്. എന്ത് തോന്നുന്നു? ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. ഞാൻ സ്റ്റേറ്റസ് ഇടാ ഈ ചത്താലും വേണ്ടില്ലെന്ന് അതിൻ്റെ 10-18 കൊല്ലായില്ലേ. അതിൻ്റെ ഒരു ഇനി ഒന്നും പറയാനില്ല. ഓവർ ദ മൂൺ ഫീലിംഗ് ആണ് അത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സായിട്ട് RCB തന്നെ കപ്പടിക്കുന്ന എന്തെങ്കിലും ബെറ്റല്ലായിരുന്നു. ഇനി കുറേ എണ്ണത്തിന് ഇനി വിളിച്ച് തെറി പറയാനുണ്ട്. പ്രത്യേകിച്ച് ചെന്നൈ മുംബൈ ഫാൻസ്. ബാക്കിയുള്ളവരൊന്നും നമ്മൾക്കെതിരെ അങ്ങനെ നിൽക്കില്ല. പക്ഷേ ചെന്നൈ മുംബൈയും കുറേ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഇനി അവന്മാരെ കുത്തിന്ന് വിളിക്കണം. ഒരുത്തന്നെ വിളിച്ചിട്ടില്ല. ഞാൻ ഒരുത്തന്നെ വിളിക്കുമെന്ന്. ഞാൻ ആരെയും വിളിച്ചില്ല. കാരണം ജയിക്കുന്ന പ്രതീക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുകൊണ്ടില്ലായിരുന്നു. പക്ഷേ അസാധ്യ ബോളിങ് 190 റൺസൊന്നും ഈ പിച്ചിൽ ഒന്നുമല്ല. കാരണം അത് സെമിയിൽ കണ്ടതല്ലേ. പക്ഷേ അതാണ് ഫൈനലിൽ പിച്ചൊന്നുമല്ല. അതിൻ്റെ ഇമോഷൻ, അതിൻ്റെ പ്രഷർ, അത് ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അവർ ജയിക്കുകയുള്ളൂ. RCB ഫാനാണെങ്കിലും എനിക്ക് പ്രതീക്ഷ 50-50 ആയിരുന്നു. പക്ഷേ കരച്ചു ടൈറ്റല്ലേ. പിന്നെ സത്യം നല്ല ടൈറ്റില്ല. കാരണം അവന്മാരുടെ ബാറ്റിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഡെപ്തായിരുന്നു. കാരണം ഒമർ സായി കഴിഞ്ഞിട്ട് വരുന്ന 8ാമത് ഒമർ സായി വരുന്നത്. അവൻ വരെ നല്ല പ്ലെയറാണ്. അതുകൊണ്ട് കളി എപ്പോഴും RCBയുടെ കയ്യിലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതാണ് പ്രഷർ. RCB ഫാൻസ് ഉണ്ടല്ലേ 99% RCB ഫാൻസാണ്. അവന്മാരുടെ ബാറ്റ് പിടിക്കുമ്പോൾ കൈ വിറച്ചിട്ടുണ്ടോ അവന്മാരുടെ. അല്ലാതെ അവന്മാർ കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ശ്രേയസ് അയ്യർ 4 കളി ഈ സീസണിൽ ഒരു കളി പോലും RCB 10 റൺ കിടന്നില്ല, 2 കിടന്നില്ല. അത് ഇതൊന്ന് നാളെ ഇതിൻ്റെ ഒരു എന്താ റിയാലിറ്റിയിലേക്ക് വരുള്ളൂ. അത്രയ്ക്ക് തന്നു. ഞാൻ ഇവിടുന്ന് പോണതാണ്. ഇവിടെ നിന്ന് ഓക്കെ ബ്രോ. ഓക്കെ.